ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മ വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. എന്റെ മോളെന്നുള്ളേക്കാൾ സ്മോളേക്ക് ഫ്രണ്ട് ഓഫ് മൈൻഡ്. ലൈക്ക് എല്ലാരും ആഗ്രഹിക്കുന്ന പോലത്തെ, ലൈക്ക് എന്നോട് ആരോ പറയുമായിരുന്നു, എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മ വേണം എന്നാണ് അമ്മമാരുടെയൊക്കെ ഒരു ആഗ്രഹം. ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് എന്റെ ഡ്രീംസ് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു, എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. അതിൽ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഓരോ വീട്ടിലും ഓരോ അമ്മു. കാരണം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ലോകമെമ്പാടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഓരോ വീട്ടിലും ഓരോ അമ്മു പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ക്യാരക്ടർ അഹാന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടീനെ ഭയങ്കരമായിട്ടുള്ള എല്ലാവരും പോർട്രേ ചെയ്തിട്ട് ഒരു ദി സോ കോൾഡ് ഒരു ഗുഡ് ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ, അവർ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊരു വ്യക്തിയും, ഏതൊരു അമ്മമാരും ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന തരത്തിലൊരു പെൺകുട്ടി ആയിരുന്നു അഹാന കൃഷ്ണ. അപ്പോൾ ആ ഒരു ഇമേജ് ഏകദേശം തവിടുപൊടിയായിട്ടുണ്ട്. അതിന് കാരണക്കാർ നമ്മളൊന്നുമല്ല, ഇവരുടെ തന്നെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ എത്തിച്ചതാണ്. പല ആൾക്കാരും പറഞ്ഞു, ഇപ്പോൾ ഹാനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത സമയത്ത് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടു തൻവി എന്ന് പറഞ്ഞു. തൻവി ചെറിയൊരു വീഡിയോ ചെയ്തു. അമ്മമ്മയുടെ പോർഷൻ തൻവിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് അവർ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അറിയാതെ എന്ന് പറയാം, അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്കേ അറിയുള്ളൂ. എന്തായാലും അവർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ചപ്പോൾ എന്നാണ് ഈ ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാനൊക്കെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നീട് അവർ ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവാനുണ്ടായ കാരണം അഹാനയുടെ ആ ഒരു വീഡിയോ ആണ്. ആ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ. ആ ഒരു വീഡിയോയിൽ ഞാൻ അഹാനെ സപ്പോർട്ട് ചെയ്തു ആ ഒരു വീഡിയോ കണ്ട സമയത്ത്. കാരണം വെച്ചാൽ സ്വന്തം അമ്മമ്മ പേരക്കുട്ടികളെ കുറിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മമ്മ പറഞ്ഞു എന്നുള്ള സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയി. ഒരിക്കലും നമുക്ക് ആരാണെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല പല ഫാമിലീസിലും ഇതുപോലെ പേരക്കുട്ടികളെ വേർതിരിച്ച് കാണുന്ന അമ്മമ്മമാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തത്. പക്ഷേ പിന്നെയല്ലേ വരുന്നത് ഏറ്റവും കൂടുതൽ ഭയങ്കര സംഭവം വന്നത്, തൻവിയുടെ 2ാമത്തെ വീഡിയോ പ്ലസ് ബിച്ച് എന്നുള്ള വിളിയും കാര്യങ്ങളൊക്കെ കേട്ട സമയത്താണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായത് എന്താണ് ഇതിൻ്റെ ഉള്ളുകള്ളികൾ എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു വീഡിയോ വിഷയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഫൈനലായിട്ട് ഇവരുടെ ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ആ ഒരു പോർഷൻ, ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാൻ ചെറിയൊരു പോർഷൻ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ വെച്ചുതരാം. പ്രശ്നങ്ങൾ തീർന്നു, ഇനിയും ഉണ്ടാവാം, ആരുടെ ഫാമിലിയിലും ഉണ്ടാവാം. പ്രശ്നങ്ങളില്ലാത്ത ഫാമിലീസ് ഉണ്ടായിരിക്കില്ല. കഴിയുന്നതും പുറം ലോകത്തെ അറിയിച്ച് പ്രശ്നമാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇവരെ നമ്മളൊരും പറയാൻ ആരുമല്ല, ഇറ്റ്സ് ദെയർ ലൈഫ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ടും എല്ലാവരും ഇങ്ങനെ ഇതായതുകൊണ്ടും വീണ്ടും അവരൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നുകൊണ്ട് ഞാൻ നെവർ എക്സ്പെക്റ്റഡ് ഷീ വുഡ് കം വിത്ത് എൻ എക്സ്പ്ലനേഷൻ. ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല കേട്ടോ അവർ എക്സ്പ്ലനേഷനായിട്ട് വരുന്നുള്ളത്. കാരണം വെച്ചാൽ അവർ എക്സ്പ്ലനേഷനായിട്ട് വന്നില്ലെങ്കിൽ അതങ്ങനെ പോയിരുന്നു. അവർക്ക് നോർമലായിട്ട് വ്ളോഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുമായിരിക്കാം, അവിടെ ഇവിടെയൊക്കെ ഡിസ്കഷൻസ് വരുമായിരിക്കാം, അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ അവർ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടു. അപ്പോൾ അതൊറ്റ കാര്യം കൊണ്ട് മാത്രം ജസ്റ്റ് ചെറിയൊരു കാര്യം 1-2 കാര്യങ്ങൾ ഇവർ സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിപ്പോയി, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. അടിസ്ഥാനപരമായിട്ട് കുറേ പോർഷൻസ് അവർ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും അവർ കണക്ക് പറയുക എന്നല്ല ഞാൻ പറയുന്നത്, മേ ബി അവർ സത്യമായിരിക്കാം, നമുക്ക് അതിൻ്റെ കഥ അറിയില്ല. ഞാൻ എൻ്റെ ഒരു സ്ഥിതി പറയാം. ബിക്കോസ് ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഫാമിലിക്കുള്ളിൽ അവർ പറയുന്നുണ്ട്, അമ്മയെ നോക്കിയ കാര്യം, അമ്മമ്മയെ നോക്കിയ കാര്യം, അച്ഛൻ അവർ അതിന് കേക്ക് കുറേ ഹെൽപ്പ് ചെയ്ത കാര്യം, മക്കൾ കുറേ ചെയ്ത കാര്യം, ഇതെല്ലാം പറയുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം അവരെല്ലാം കൊണ്ടുപോയി എത്തുന്നത് പണത്തിലേക്കാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ, മേ ബി ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നമുക്ക് കാണുന്ന സമയത്ത് നോക്കാം ഒന്നും കൂടി. എല്ലാം പണത്തിലേക്കാണ്. അങ്ങനെ ഇത്രയും ഞാൻ പണം ചിലവാക്കിയിട്ടുണ്ട്. അവർ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാനുള്ള കാരണം എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, ആ ഏണിങ്സിലൂടെ എൻ്റെ മാതാപിതാക്കളെ നോക്കണം എന്നിട്ടാണ് കൊണ്ടുവരുന്നത്. മക്കൾക്കും അതെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കാശ് ചിലവാക്കുന്നതിൽ യാതൊരു എതിർപ്പില്ല. കേക്ക് കിച്ചു അച്ഛന് എതിർപ്പില്ല, ആർക്കും എതിർപ്പില്ല. അതായത് പണം ചിലവാക്കുന്നതിന് എതിർപ്പില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ സ്ട്രെസ് ചെയ്ത് ത്രൂ ഔട്ട് ദ വീഡിയോ പറയുന്നത് പോലെ തോന്നി. അത് മാത്രമല്ലല്ലോ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നില്ല, വെറും പണം ചിലവാക്കാൻ മാത്രം മതിയൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഹാനയുടെ ആ ഒരു വോയിസ് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായതാണ്. പണം മാത്രമുള്ളതുകൊണ്ട് കാര്യമില്ല. ഒരുപാട് ലക്ഷൂറിയസ് ലൈഫോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് വേറെയും പല
കുറേ വാല്യൂസ് ഉണ്ട്, കുറേ റെസ്പെക്റ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. പ്രായമാവുന്ന സമയത്ത് കുട്ടികളെ പോലെ ആവും. അപ്പോൾ അവരനുസരിച്ച് ഇനി ഒന്നുമില്ല ഇങ്ങനെ വിട്ടു നിന്നാൽ മതി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അവരെ വീണ്ടും വീണ്ടും എടുത്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത് വീണ്ടും വീണ്ടും അവരുടെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയൊക്കെ അവരുടെ ക്യാരക്ടർ തെളിയിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബാക്കിയുള്ള ഒരു വീഡിയോ ഇവർ പറയുന്ന കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. What I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. things like that shouldn't have happened at the first place. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ഇതാണ് ബേസിക് പ്രശ്നം. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടാണ് വീണ്ടും ഡിസ്കഷൻസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മേ ബി ദി അതർ സൈഡ് ഇനി വരില്ലായിരിക്കാം. അവരൊന്നും പറഞ്ഞിട്ടില്ല. തൻവിയുടെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് ഇത്ര മാത്രമായിരുന്നു, ഒരൊറ്റ പോസ്റ്റ് കഴിഞ്ഞു. പിന്നെ അവരുടെ വീഡിയോസായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബിക്കോസ് ഞാൻ നെക്സ്റ്റ് 2 വീഡിയോസ് കണ്ടു നോക്കിയ സമയത്ത് ദേ ആർ നോട്ട് എക്സ്പ്ലെയിനിങ് എനിത്തിങ്. ഇവിടെ ഇവർ വീണ്ടും വന്ന് പറഞ്ഞു കണ്ടോ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. സ്റ്റിൽ ദേ ആർ ട്രൈങ് ടു ജസ്റ്റിഫൈ. വീണടത്ത് കിടന്ന് വീണ്ടും ഉരുളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ ആവശ്യമുള്ളത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി ആ ഡിസ്കഷൻസ് വരാം, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഒരുപാട് പ്രൂഫ് ഇനി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കാര്യങ്ങളുണ്ടെന്നല്ലേ. ഇതന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ വീഡിയോ മൊബൈലിൽ പിടിച്ചു കൊടുത്തിട്ട് മോള് ഷൂട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ആ പ്രശ്നം അങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ അറിയാന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ ക്യാഷ് സോ നോർമലി നമ്മൾ normal talks when we have some certain issues or when we are really going through some kind of a mess and all, we discuss with our friends or with all that. So നമുക്ക് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു whatever is the big talk of the town ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth, and that's what matters to us, you know. ഇത് ഞാനും പലപ്പോഴായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം, എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ ബാക്കിയുള്ളവർ. അതല്ല, സോഷ്യൽ മീഡിയയാണ്. നിങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്നവർ മാത്രമല്ല, നമ്മൾ അറിയാത്തവരുണ്ടായിരിക്കും. ഇവിടെ അറിയുന്നവരോ അറിയാത്തവരല്ല. ഇവരെ ഓൾറെഡി ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തു. ആ പിക്ചർ തവിടുപൊടിയായി. അഹാന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡായി. ഒരു ക്യാരക്ടർ ആസ് എ മോള് പെൺകുട്ടി എന്നുള്ള കണ്ടീഷനിൽ അവരുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡായി. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഇപ്പോഴും അവരുടെ ഉള്ളിൽ അവർ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറം ലോകത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? നമ്മളറിയാന്നുള്ളവർ they should be knowing the truth, and when the truth is very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം then what the public says, what public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ഹാവ് കെപ്റ്റ് ക്വയറ്റ്. ഈ ഒരു വീഡിയോ പോലും വേണ്ടിയിരുന്നില്ല. റംബുട്ടാനും മാംഗോസ്റ്റീനുമായിട്ട് മുന്നോട്ട്, ഞാൻ അങ്ങനെ പറയല്ല, വട്ട് എവർ ബി യുവർ കോണ്ടന്റ്, അവർ ഓൺ കോണ്ടന്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ഇവരൊക്കെ, അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടായിരുന്നില്ല. അത് പിന്നെ ഇനിയിപ്പോൾ അതൊരിങ്ങനെ വരില്ലേ, അവർ ബോധേഡാണ്. എവ്രിബഡി ഈസ് ബോധേഡ്. അങ്ങനെ അല്ലാത്ത ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ്. മറ്റാൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല. മനുഷ്യന്മാരല്ലേ. അത് സാധാരണ കേട്ടോ നമ്മളൊക്കെ ചിന്തിക്കുന്നവർ. ഇവർ എപ്പോഴും ഔട്ട് ഓഫ് ദ വേൾഡ് ആണെന്നാണ് അവർ സ്വയം കൺസിഡർ ചെയ്തിരുന്നത്. What matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ what I have done for my parents, മണീനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ്
ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ആയിട്ടാണ്, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ അല്ല. ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കുമ്പോൾ ഞാൻ കാണിക്കും. അപ്പൊ എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ ഏറ്റവും പഴയ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് which I will be able to spend for my parents. എന്റെ പാരന്റ്സിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ഇപ്പോഴും ഇവർ ജസ്റ്റിഫൈ ചെയ്യുന്ന പൈസയുടെ ഭാഗമല്ലേ. ഞാൻ കൂട്ടത്തിലൊരു കമൻറ്റ് വായിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായ അസുഖക്കാരിയെ സ്വന്തം അമ്മയെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നതെന്ന് വാദിക്കുന്ന നിങ്ങളെ നമിച്ചിരിക്കുന്നു. എന്തായാലും ഇമേജ് മുഴുവൻ പോയി. താങ്കൾക്ക് ഏറ്റവും വലിയ തെറ്റ് എന്തെന്നാൽ അഹാന എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്കുമുണ്ട്, അഹാനയ്ക്കുമുണ്ട്. ഒന്നുകിൽ തൻവിയുടെ വീഡിയോയ്ക്ക് പകരമായി സമാധാനത്തോടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വീഡിയോ ഇട്ട് ഒഴിവാക്കാമായിരുന്നു. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട അമ്മൂമ്മയായി പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, സോ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടാലും മതിയായിരുന്നു. അഹാന ഓൾറെഡി അപ്പൂപ്പൻ്റെ വീഡിയോയിൽ പ്രോബ്ലംസ് ഉണ്ട് ഇട്ടതുകൊണ്ട് അത് അവിടെ തീരുമാനമായിരുന്ന വിഷയമായിരുന്നു. ബട്ട് അഹാനയുടെ മാനറിസം, ആറ്റിറ്റ്യൂഡ്, ടോക്കിംഗ് സ്റ്റൈൽ ഒക്കെ വളരെ റോങ് ആയിരുന്നു. പോകുന്ന പോക്കിൽ ചിന്നമ്മയെ പുകഴ്ത്തി എവിടെയോ കിടക്കുന്ന അവർക്ക് വരെ ചീത്തപ്പേരാക്കി. അഹാനയുടെ റിയാക്ഷൻ വീഡിയോ കാരണം ആണ് മൊത്തം കയ്യിൽ നിന്ന് പോയത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യം കൂൾ ആൻഡ് ഈസിയായി ഹാൻഡിൽ ചെയ്യാമായിരുന്നു. 1 രൂപയുടെ അഭിനയത്തിന് 100 രൂപയുടെ അഭിനയം എക്സ്പ്രഷനും കാഴ്ചവെക്കുന്ന അഹാനയെ ഏൽപ്പിച്ചത് വൻ അബദ്ധമായി. മൊത്തം ഓവറാക്കി, ചളവാക്കി, കുളമാക്കി. ഇതിന് 1000 ലൈക്കാണ് ഇവരുടെ അടിയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. മറ്റു കുട്ടികളെക്കാൾ വളരെ ആർട്ടിഫിഷ്യലായി തോന്നിയിട്ടുള്ളത് അഹാനയാണ്. വല്ലാത്ത ഫേഷ്യൽ എക്സ്പ്രഷനും ജാടയും സംസാരവും അയാൾ എന്തോ സംഭവമാണെന്നാണ് പേരൻസിൻ്റെയും അവർ തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പൊ ആ ഒരു കാലഘട്ടം വരെയും എന്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എന്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പൊ തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എന്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് ഇതൊരു മെൻറ്റാലിറ്റി ആട്ടോ, നമുക്ക് മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് ഹൗ ദേ ആർ. ലൈക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഘടന അങ്ങനെയാണ്. അതിന് പറയുക പണം കാശ് ചിലവാക്കുന്നത് മാത്രമല്ലേ പറയുന്നുള്ളൂ അല്ലേ. കാശ് ചിലവാക്കുന്ന കാര്യം യൂട്യൂബ് ചാനൽ അതിന് വേണ്ടി തുടങ്ങി, മക്കൾ എതിർക്കുന്നില്ല. ഒരിക്കലും ചോദിച്ചിട്ടില്ല, ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. അതിലേറെ വലിയ ക്വാളിറ്റീസ് ഉണ്ട്. പേരൻസിനെ, സ്വന്തം അച്ഛൻ്റെ സ്വന്തം അമ്മയുടെ അമ്മയെ ഏത് രീതിയിൽ തെറി പറയൽ പോട്ടെ, ബാഡ് വേർഡ്സ് ഇസ് ദി എക്സ്ട്രീം. അതല്ല സംഭവം. എങ്ങനെ കാണണം, അവരെങ്ങനെ ചെയ്യണം. ഇനി അവർ അകലം പാലിച്ച് മിണ്ടാന്ന് പറഞ്ഞാലും മതി, അതുപോലും ചെയ്തിട്ടില്ല. ഇവിടെ അവർ കാശ് ചിലവാക്കുന്നതിനെ പറ്റിയാണ് ഇവരിപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ല വിഷയം. മീൻസ് ആ പ്രായമായിട്ടുള്ളൊരു അമ്മ മഞ്ഞുമ്പോൾ അവരെന്തോ ആയിക്കോട്ടെ, അവരങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കാം. പക്ഷെ ആ പറഞ്ഞതിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. Naturally, എന്താണ് my father had given me a very very comfortable life and all that. So ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്, ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചെലവാക്കിയത്. എനിക്ക് ആരോടും പറയാൻ. ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ്. വളരെ സിമ്പിളായിട്ട് അവർക്ക് വേണ്ടി ഏൺ ചെയ്യുക, അവർക്ക് വേണ്ടി പൈസ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു 99% പേരൻസിന് സന്തോഷം എന്തായിരിക്കും അറിയോ? ഒന്ന് വിളിക്കുക, പ്രശ്നമുള്ള സമയത്ത് അവരുടെ കൂടെ നിൽക്കുക. കാശ് ചിലവാക്കുന്ന മക്കളെക്കാളും കൂടുതൽ വയസ്സാം കാലത്ത് അച്ഛനമ്മമാർക്ക് അങ്ങനത്തെ ഒരു ഇല്ല എന്നല്ല പറയുന്നത്. ഭൂരിഭാഗം തന്നെ ആയിരിക്കും. ആ ഭൂരിഭാഗത്തിൻ്റെ കൂടെ പറയുന്നു. എന്തായിരിക്കും അറിയോ?
എനിക്ക് പ്രശ്നമുള്ള സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം മനസ്സിന് അവർക്ക് വിഷമം വരുന്ന സമയത്ത് അവർ വിളിച്ചിട്ട് പറയാം മോളെ ഒന്ന് വാ, എനിക്ക് കുറച്ച് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു പ്രശ്നം ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയത്. അല്ലാണ്ട് കാശ് ചിലവാക്കലല്ല. ഒരു പക്ഷേ ചിലപ്പോൾ 4 മക്കളുണ്ടായിരിക്കും. ആ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ കാശ് കുറവുള്ളൊരു വ്യക്തിയായിരിക്കാം ആ ഒരു പേരൻസിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കുന്നത്. അവരോടാവും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരിക്കൽ അവസാനമെങ്കിലും ഞാനൊരു മെജോറിറ്റിക്കാരൻ, ഞാൻ എൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പണം വേണ്ടാന്നല്ല, പൈസ കൊടുക്കണവരൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളുന്നുണ്ടല്ലോ ആത്മാർത്ഥത എന്നൊരു സാധനം ഉണ്ട് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോശം ബാഡ് വേർഡ്സ് പറഞ്ഞിട്ട് കുറേ കാശ് കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? പിന്നെ ഒരു മൂത്ത കുട്ടി ഇതുപോലെ ഇതൊക്കെ പേരും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയില്ല, പേരും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തൊക്കെയല്ലേ കണ്ടുപഠിക്കുന്നത്? I didn't have to convince anybody. അപ്പൊ അതിൽ നിന്നൊക്കെ when I started earning, എന്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരന്റ്സ് ലൈക്ക് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി. അപ്പൊ എനിക്ക് ആരോടും ചോദിക്കണ്ട. I want to do whatever I want to do for them, I could just do. അവർക്ക് മാത്രമല്ല, I could do for a lot of other people also. ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ if I'm able to make some money, I should be able to have the freedom എന്റെ പാരന്റ്സ് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം വേണം. That was my main intention, and thank God till the end, till when my father was. ഇത് കാണുന്നവർക്കൊരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നത് എന്താ? ഇവരുടെ പാരൻസിനെ നോക്കുന്നില്ല എന്നുള്ളതല്ലേ? ഇവരുടെ പാരൻസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ? ഇപ്പോൾ സന്തോഷിച്ചോളൂ. അവരവരെ പാരൻസിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിങ്ങളും ഒരു ഭാഗമാണ്. നിങ്ങളും അതിലൊരു ഭാഗമാണ്. നിങ്ങളും അതിലൊരു കോൺട്രിബ്യൂട്ടറാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ വ്യൂസാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലും കാര്യങ്ങളിലൊക്കെ. റിയലി സോറി ടു സേ ദിസ്. ഇത് പറയാതെ വയ്യ. ആയിക്കൂടെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇത് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ കാണുന്ന സംഭവം കൊണ്ട് ഇവർക്ക് പൈസ കിട്ടി, ആ കാശ് കൊണ്ട് അമ്മയെ നോക്കുന്നു. അതാണ് അവർ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തിയല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം. വേറെ ഒന്നും പറയാനില്ല. Till all the expenses നോക്കാനായിട്ട് I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ വരുമ്പോൾ all my children were extremely happy to help. The truth. എൻ്റെ ഫാദർ അവസാനമായിട്ട് one of the last few sentences എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു about my mother. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. കണ്ടോ, വീണ്ടും അമ്മേനെ വലിച്ചിട്ടു. പണം കൊടുത്തിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം മാത്രം പറഞ്ഞു വീണ്ടും അമ്മേനെ വലിച്ചിട്ടു. അതായത് മരിച്ചു പോയിട്ടുള്ള അവരുടെ അച്ഛൻ പറഞ്ഞിരുന്നു, ഒരു ദിവസം ഞാൻ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് മാപ്പ് പറയിക്കുന്നു. അതായത് തെറ്റ് അമ്മമ്മയുടെ ഭാഗത്ത് തന്നെയാണ്, അതിങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്, അച്ഛനും കൂടി അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള വളരെ കൃത്യം. അത് അച്ഛനെ പോലൊരു വ്യക്തി പറയുമ്പോൾ പറയണം, അതും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറയണം. ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്. ഞാൻ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ വീട്ടിലുള്ള ബന്ധങ്ങളും നമ്മുടെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. മേ ബി വി ഡോണ്ട് ലീവ് എ ലക്ഷൂറിയസ് ലൈഫ് ലൈക്ക് ദിസ്. പക്ഷെ എന്നാലും കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുത്തിട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ആ ഒരു അമ്മ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമായിരുന്നോ? ഷീ സീംസ് ടു ബി വെരി ബ്രോക്കൺ. അവർ സംസാരത്തിലൊക്കെ ആകെ ഡ്രൈങ് കൊണ്ടാണ് സംസാരിക്കുന്നത്. അവരുടെ മറ്റുള്ള വ്ളോഗ്സിൽ പോലുള്ള ആ കോൺഫിഡൻസും കാര്യങ്ങളൊന്നുമില്ല, ആറ്റിറ്റ്യൂഡൊക്കെ പോയിക്കണം അവരുടെ വിഷമത്തോടു കൂടിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇത് പൊതുജനത്തിന് മുന്നിലേക്കല്ല എത്തുന്നത്. പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് യു ഗൈസ്, അവരുടെ മുന്നിലേക്കാണ് ഈ എന്നെ പോലുള്ള വ്യക്തികൾ. ഫൊർഗെറ്റ് മീ, ഐ ഡു ഇറ്റ് ഫോർ ദിസ്. മറ്റുള്ള കമൻറ്റ് ബോക്സിലൊക്കെ അവർ മുന്നിലേക്ക് എത്തുന്നത്. ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ്, അവരുടെ സമയമാണ് യുവർ മണി ദാറ്റ് യു ഗെറ്റ് ടു ഗിവ് ഇറ്റ് ടു യുവർ പേരൻസ്. നിങ്ങളുടെ പേരൻസിന് കൊടുക്കാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു പണം പോലും നിങ്ങളെ കാണുന്ന ആൾക്കാരുടെ ആ പൈസയാണ്. അപ്പോൾ അവർ റെസ്പെക്ട്ഫുള്ളി ഒരുപാട് കമൻസ് ഉണ്ട്, അവരെ സ്നേഹിച്ചിട്ട് കൊണ്ട് കമൻസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പറയാതിരിക്കുമോ? സ്വാഭാവികമായിട്ടും തോന്നില്ലേ? സാരമുള്ള ഡാഡി വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞാൻ ആരാണ് ഈ അനലൈസ് ചെയ്തത്? എൻ്റെ ഈ വീഡിയോ എത്ര പേര് കാണുന്നറിയില്ല. നിങ്ങൾ പറയൂ, ഇവരുടെയൊക്കെ അനലൈസ് ചെയ്ത് വാട്ട് ഇസ് ദിസ് അനാലിസിസ് ഒക്കെ നടത്താൻ മാത്രമുള്ള സംഭവങ്ങളുണ്ടോ?
ഓ മൈ ഗോഡ്, ഇത് ഈ ഓരോ വീട്ടിലെ ഓരോ അമ്മു പദ്ധതിൻ്റെ മുകളിലായി പോയല്ലോ. അമ്മു ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ വർഷങ്ങളായിട്ട് എല്ലാവരും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് ഇഫ് പീപ്പിൾ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ഡു. നിങ്ങൾക്ക് ഇത് ഇവരുടെ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഐ ഡോണ്ട് നോ വെൽവിഷേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ മൈ ഗോഡ്, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും വലിയ. ഞാൻ ഞെട്ടിപ്പോവല്ല, ഞാൻ എന്താ പറയുക, എന്തായിരുന്നു ഇത് കഥ എന്ന് പറഞ്ഞാൽ. അമ്മു ചെയ്യുന്ന കാര്യങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർ അനലൈസ് ചെയ്തിട്ട് അമ്മുവിനെ അവിടെ പ്രതിഷ്ഠിച്ചു. ഓരോ വീട്ടിലും ഒരു അമ്മു എന്നുള്ള കാര്യത്തിൽ. ആരാടത് അനലൈസ് ചെയ്തവർ? ആദ്യം നിങ്ങളുടെ അഭിപ്രായം അനലൈസ് ചെയ്യുക, കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ള പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ 3-4 കൊല്ലമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ വീട്ടിലും ഒരിക്കലും ഒരു ഗോപുരം വച്ചാൻ വേണ്ട. ഓരോ വീട്ടിലും ഒരു ഗോപുരം വച്ചാൻ ഒരിക്കലും വേണ്ട. അനലൈസ് ചെയ്തിട്ട് അനാലിസിസ്, മൈ ഗോഡ്, വാട്ട് ആൻ അനാലിസിസ്. ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത്. മറ്റു വീടുകളിൽ അങ്ങനെ അമ്മ വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മ വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ ആൻഡ് വിത്ത് ഓൾ മൈ ചിൽഡ്രൻ. ഗോഡ് ബ്ലെസ് യു. നല്ല രീതിയിൽ പോയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് തീർന്നിട്ട് പോട്ടെ. ഇതിൽ കമൻസ് എന്തെങ്കിലും ഉണ്ടോ? അമ്മച്ചി വീണ്ടും വന്നോ, ക്യാമറയും തൂക്കി. ഇനി ഇൻ്റർവ്യൂ സിന്ധു സെഡ് യെസ് എല്ലാ വീട്ടിലും. അതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത്. മെച്ചുവേർഡായി ബിഹേവ് ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും ഗേജ്ഡ് ആയാണ് നീ നിൻ്റെ എന്നൊക്കെ സംബോധന ചെയ്യരുത്. അതൊക്കെയാണ് സംഭവം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് എല്ലാവർക്കും റെസ്പെക്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം. ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ തന്നു വളർത്തിയത് ആ പേരൻസ് അല്ലേ? ഒരു ഏജ് ആകുമ്പോൾ ഇവരുടെ എഡ്യൂക്കേഷൻ. അഹാനയുടെ എസ്തെറ്റിക് വ്ളോഗ്സ് കാണുമ്പോൾ യങ് ഗേൾസിന് തോന്നും ഇങ്ങനെയൊക്കെ വേണം ലൈഫ് എന്ന്. അമ്മാതിരി ഷോ ആണ്. നിങ്ങൾ ആരെയാണ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് അവർ അമ്മയാണ്. ആ അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ചില കാര്യങ്ങൾ അവരും പറഞ്ഞു. നിങ്ങളുടെ ഒരു ഷോർട്സിൽ കണ്ടു, നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു അമ്മയെ കൊണ്ടുവന്ന് നിങ്ങളോട് ക്ഷമ പറയിക്കണമെന്ന്. അങ്ങനെ ആ അമ്മയെ കൊണ്ട് ക്ഷമ പറയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ ലോകത്തിൽ ഒരു മകളും ചെയ്യരുത് എന്ന കാര്യം ചെയ്തിരിക്കുന്നു ആദ്യത്തെ സ്ത്രീ ആയിരിക്കും. ആ അമ്മ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളോട് ക്ഷമ പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പിന്നീട് അവരെ അമ്മ എന്ന് വിളിക്കരുത്. അവർ മരിച്ചാൽ പോലും നിങ്ങൾ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പോലെ ചെറുപ്പമായിട്ട് വാട്ടെവർ എന്താ യു ആർ ഫിലിമിങ് എ വീഡിയോ ഓഫ് യുവർ ഡോട്ടർ സ്പീക്കിംഗ് ഇൽ ഓഫ് യുവർ മദർ. അങ്ങനെയാണ് കമൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അതോടുകൂടി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതാത് ഓൺ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഞാൻ മറ്റു പറഞ്ഞാൽ സ്വന്തമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളൊന്നും ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് അവിടെ നിന്ന് മാന്തി ചിരണ്ടിയിട്ട് ഇങ്ങനെ പരിപാടികൾ ഉണ്ടാക്കുന്നില്ല. അവരൊക്കെ കൊണ്ടുവന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ തൻവിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഞാൻ റിയാക്ട് ചെയ്തു, അതേ എന്നെപ്പോലെ ആരൊക്കെ റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്ത സമയത്ത് ഒരു പക്ഷേ ഇത് തൻവി തന്നെ നിങ്ങൾ അവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് തൻവി തന്നെ വീണ്ടും ഒരു പോസ്റ്റ് ഇടായി. ഞാൻ ഒരിക്കലും അത് ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ തീർന്നില്ലേ ബാക്കിയുള്ളൊരു ഗ്യാസ്. പിന്നെ ഇപ്പം എന്തുകൊണ്ട് അമ്മമ്മ മറ്റേ പറഞ്ഞാൽ സുനിനൊക്കെ തട്ടി പറഞ്ഞാൽ അമ്മമ്മേൻ്റെയും മറ്റേ ടീം തൻവിയുടെ ഡയലോഗൊക്കെ തട്ടി അങ്ങനത്തെ സ്പെക്കുലേഷൻസൊക്കെ തട്ടിക്കളഞ്ഞില്ലേ. ഇത് അതിന് പകരം 1 മണിക്കൂർ വീഡിയോ എന്നിട്ട് അതിന് വന്ന് പറയണം ഒരാഴ്ചയെ ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ, അത് കഴിഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഞാനതിനെ പോസിറ്റീവായിട്ട് എടുത്തു കേട്ടോ, ഞാനത് നല്ല രീതിയിൽ എടുത്തു. ഭഗവാനെ ഇങ്ങനെ ഒരു അമ്മമ്മയോന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് തന്നി വന്ന സമയത്തല്ലേ കോപ്പർ ഔട്ട് ചെമ്പ് പുറത്തായത് അല്ലേ? അമ്മമ്മേനെ വാട്സപ്പ് ഗ്രൂപ്പും സ്വന്തം അമ്മേനെ ബ്ലോക്കാക്കലും നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.